എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ കാര്യം അഭിലാഷും മോനോക്കടലിൽ സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതൊരു നല്ല സംഭവമാണല്ലോ. കേട്ടിട്ടില്ല ഞാനൊന്നും. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ തോന്നി. എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പ്രേമലൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹത്തെ കുട്ടിനെയൊക്കെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അലങ്കരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ, വിഷ്ണു, രഞ്ജനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു സുരേഷയുടെ പടത്തിൽ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് പാട്ട്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര മാർക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വന്നു. അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര്. അതൊരു ഉദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ, മുരളി കുന്നുമ്പുറം, അഭിലാഷ് പിള്ള, ഇങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല എൻ്റെ മോനോടുണ്ടെങ്കിൽ അച്ചോക്ക്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അശോകൻ സാറോട് ഒരു സംശയം നമുക്ക് ചോദിക്കാനുണ്ട്. എന്താ സംശയം? സാർ ഇപ്പോൾ ഒരുപാട് കോമഡി ഫിലിംസിലായാലും ഹൊറർ ഫിലിംസിലായാലും ഒക്കെ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ഫണ്ണി രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിന്തിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സാർ. അപ്പോൾ മകൻ എന്തായാലും ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്രൂ കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോ ഒക്കെ കൊടുത്തിരുന്നവർക്ക്? അവന് മോനോ? അർജുൻ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ടും. എന്താ വെച്ചാല് എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ട്. കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ചെയ്ത് മെലിച്ച ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല കുറേ സിനിമകൾ കാണുക, അവൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കുറേ സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് കേട്ടില്ല, കാരണം അവൻ്റെ കയ്യിലുണ്ട് കുറേ സംഭവങ്ങൾ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടാ ഇന്നൊരു ലോട്ടറി അടിച്ച ഫീലിംഗ് ആയിരിക്കും. കാരണം ഒരു അച്ഛൻ എന്നുള്ളതിനുപരി ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമ്മൾ കേട്ട വാക്കുകളാണിത്. ഇപ്പം അർജുൻ ചേട്ടൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഹീസ് ദേർ സംവെയർ അല്ലേ? അപ്പം എന്തായാലും ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം.